എല്ലാവർക്കും നമസ്കാരം. ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ ഒരു ന്യൂസ് കണ്ടപ്പോ എനിക്കും തോന്നി റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന്. റിയാക്ഷൻ വീഡിയോ അല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ ആരോടെങ്കിലും ഒക്കെ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കുറെ നാളായിട്ട് നമ്മളിപ്പോ ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ, അച്ഛൻ മകളെ കൊന്നു, കാമുകൻ കാമുകിനെ കൊന്നു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ മകളെ പീഡിപ്പിച്ചു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ന്യൂസ് മാത്രമാണ് ഈ കഴിഞ്ഞ ആഴ്ചയടക്കം ഞാൻ ഏട്ടനോട് പറഞ്ഞത്, ഏട്ടാ എന്തൊക്കെ തന്നെയാണെങ്കിലും സഹോദരനും സഹോദരിയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധത്തിനെ കുറിച്ച് മാത്രം ഒരു ന്യൂസ് വന്നിട്ടേ ഇല്ല അല്ലെ. അത് ശരിക്കും ചിലപ്പോ ഒരു വയറിനകത്തുനിന്ന് ജനിച്ചു വന്നത് കൊണ്ടായിരിക്കോ അവർക്ക് മാത്രം അങ്ങനെ ഒരു വികാരം ഒന്നും ഇല്ലാത്തത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഈ ബന്ധം എന്ന് പറയുന്നത്, അതായത് സ്നേഹബന്ധം എന്ന് പറയുന്നത് സഹോദരങ്ങളുടെ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ബ്രദർ സിസ്റ്റർ അങ്ങനെയുള്ള ഒരു ബന്ധമെന്ന് തോന്നില്ല. കാരണം ഒരു പെങ്ങൾക്ക് ഒരു പ്രശ്നം വന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മൻ്റെ ആദ്യം പറയില്ല, ആദ്യം പറയുന്നത് ഈ ആങ്ങളമാരോടായിരിക്കും. എന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. എന്റെ എന്നതല്ല, എന്റെ ചേച്ചിയുടെ ആണെങ്കിലും ശരി, ഇപ്പൊ ഏട്ടനാണെങ്കിലും ഏട്ടന് 3 പെങ്ങന്മാരുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിലാണെങ്കിലും ആദ്യം അവര് വിളിക്കുന്നത് ഏട്ടനെയാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോ ശരിക്കും ദൈവമേ, ഇതുവരെയും കേൾക്കാത്ത ഒരു ന്യൂസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സഹോദരൻ ഒരു സഹോദരനെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ സഹോദരി സഹോദരനെ പ്രേമം, അങ്ങനെയുള്ള ഒരു സംഭവം മാത്രമേ കേട്ടിട്ടേ ഇല്ല അല്ലെ. ഇത്രയും കാലമായിട്ട് എനിക്ക് ആ ന്യൂസ് മാത്രം കേട്ടിട്ടേ ഇല്ല. അവര് തമ്മിൽ കല്യാണം കഴിച്ചതോ അങ്ങനെ ഒരു ന്യൂസ് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അതൊരു അത്ഭുതമായ ഒരു ബന്ധമാണ് ഈ സഹോദര സ്നേഹം എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് സ്നേഹം മാത്രമാണ് ആ ഒരു ഇതിലുള്ളത്. വേറൊരു വികാരവും വിചാരവും ഇതിനെ സഹോദരങ്ങൾ തമ്മിൽ വരില്ല എന്നാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഒരു കുട്ടി ഇതുവരെ ആയിട്ടില്ല. എന്ത് പാവം ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഒരുപാട് നേർച്ചയും വഴിപാട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. വേളാങ്കണ്ണി മാതാവിന്റെ അവിടെ 1 കിലോമീറ്റർ ദൂരം അങ്ങനെ എന്തോ ആണ് ആ നടപ്പാതയിലുള്ളത്. അവിടെ മുട്ടുകുത്തിയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്, വഴിപാട് ചെയ്തിട്ട് വന്ന്. ഞാൻ വഴിപാട് ഇന്നതിന് വേണ്ടി ചെയ്തു, ഇന്ന് വേണ്ടി ത്യാഗം ചെയ്തു എന്ന് പറയാനല്ല ഞാൻ ഇത് പറയുന്നത്. കാരണം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തു. ദൈവമേ, ഒരു കുട്ടിക്ക് ജന്മം നൽകാനുള്ള ഭാഗ്യം ഉണ്ടാവണേ, ഒരു അമ്മയാകാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് രണ്ട് മുട്ടുംകാലും പൊട്ടി. അതായത് ഈ കടലിന്റെ മണലറിയാലോ, അതിനകത്ത് വന്നിട്ട് ഈ കുപ്പിച്ചിട്ടിന്റെ തരി പോലെ ഉണ്ടാവും ഈ വെള്ളാരം കല്ലിന്റെ പൊടി. ആ പൊടിയാണ് അതിനകത്ത് അധികവും ഈ എന്താ പറയാ, ഈ മുട്ടിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ മുട്ടുംകാലിൽ ഇങ്ങനെ കുത്തുക. ആദ്യം ഒരു 5 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ തന്നെ കാല് പൊട്ടി. ആ 2 മുട്ടുംകാലും നന്നായി പൊട്ടി. ആ പൊട്ടി ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു. എന്നിട്ട് പകുതി എത്തുമ്പോഴേക്കും മുക്കാ ഭാഗം കാലില് ആ അത്രയും ഭാഗത്ത് ഇനി ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും കാല് പൊട്ടി. 2 കാലും നന്നായിട്ട് പൊട്ടിയിട്ട് ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ വീണ്ടും ഈ വെള്ളാരം കല്ലിന്റെ പൊടി ഇങ്ങനെ കുത്തുന്ന സമയത്തുണ്ടല്ലോ, നല്ല വേദനയായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അത് മുഴുവനായിട്ട് പൂർത്തിയാക്കണം. ചിലപ്പോൾ ആ ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിലോ, അത് പകുതിക്ക് വെച്ച് എണീറ്റ് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ ആ പകുതിയിൽ ചെയ്ത് തീർത്തു കഴിഞ്ഞ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അയ്യോ പകുതി ചെയ്തത് കാരണം കൊണ്ടായിരിക്കും ദൈവം വിളിയേക്കാത്തതെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് മുഴുവനും ആ വേദനയോടുകൂടി തന്നെയാണ് മുഴുവനും ചെയ്ത് തീർത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇതുപോലെ കുറേ ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ ആളുകൾ ഈ ശൂലമില്ലേ, ആ ശൂല് ഇപ്പുറത്തെ സൈഡ് കുത്തിയിട്ട് ഇപ്പുറത്തെ സൈഡ് കൂടി ഇങ്ങനെ കുത്തിയിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവര് പറഞ്ഞു കുറേ വർഷങ്ങളായി കുട്ടികളൊന്നും ഇല്ലാണ്ട് അതിന് വേണ്ടിയിട്ടാ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ ഇതുപോലെ കുട്ടികളില്ലാതെ വഴിപാട് നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതുപോലെ ഇവർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊല്ലാന് ഒരാൾ അന്ന് ഏതോ ഒരു അമ്മ കടലിനകത്ത് കുട്ടിന് പാറയിലോ അങ്ങനെ എന്തോ എറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടാത്തവർക്ക് എന്തിനാണ് ദൈവം ഇങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുന്നത്? ഇല്ലാത്തവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ പൊന്നുപോലെ നോക്കില്ലേ? ഒരുപാട് ട്രീറ്റ്മെന്റും വഴിപാട് നേർച്ചാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ദൈവത്തിന് ഇത്തിരി കരുണ കാണിച്ചുകൂടെ? അങ്ങനെയുള്ളവർക്ക് കൊടുത്തുകൂടെ? ഇവർക്ക് വേണ്ടാത്തവർക്ക് വെച്ച് കെട്ടി കൊടുക്കും. എന്നിട്ട് അവർക്ക് നോക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തോന്നിയ ദിവസമൊക്കെ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് അവരിനെ എന്താ പറയാ, അവരിന് വാഴ്ത്തിപ്പാടാൻ കുറെ പേര്, അവരിനെ തീറ്റിപ്പോറ്റാൻ കുറച്ച് പേര്. ഞാൻ കഴിക്കാത്ത മരുന്നില്ല, ട്രീറ്റ്മെന്റ് ഇല്ല. ഒരുപാട് കഷ്ടമാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതൊക്കെ.
എന്നിട്ട് ഞാൻ ഒരു അമ്മയാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വഴിപാട് നേർച്ച എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ദൈവം ഞങ്ങളെ പോലുള്ളവന്റെ കണ്ണേ കാണില്ല ദൈവത്തിനെ. എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് വഴിപാട് നേർച്ചയായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു അമ്മയാകാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നടക്കുന്നത്. അവരെ ദൈവം കാണുകയില്ല. മൃഗങ്ങളിൽ പോലും ഉണ്ടാവില്ല ഇതുപോലെ കുറച്ച് ജന്മങ്ങൾ. ഈ കുട്ടി നായ്ക്കുട്ടികള് ആ അമ്മയില്ലേ, ആ കുട്ടികൾ ഒരു 6-7 കുട്ടികളുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ ആ കുട്ടികളൊക്കെ വന്ന് കഴിക്കുന്ന സമയത്ത് ആ അമ്മയ്ക്ക് വിശന്നാൽ പോലും ആ അമ്മ മാറി നിൽക്കും. കാരണം ആ കുട്ടികൾ കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ കഴിക്കാം എന്നുള്ളത് കൊണ്ട്. എന്താ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്നറിയോ? കാരണം ആ നായി മാറി നിൽക്കും. ആ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ കഴിക്കാം എന്നുകൊണ്ട്. അതൊക്കെ കാണുമ്പോ എത്ര സന്തോഷമാണെന്നറിയോ? ഇപ്പൊ ആ കുട്ടിനെ കൊന്നില്ലേ, കിണറിൽ എറിഞ്ഞിട്ട് ഒരുപാട് വേദനിപ്പിച്ച ആ കുട്ടിനെ കൊന്നില്ലേ, അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കും? കൂടിപ്പോയി ജയിലിലിട്ട് നല്ല തീറ്റി പോറ്റി വളർത്തും. ഒന്നില്ല, മാക്സിമം തൂക്കിക്കൊല്ലും. തൂക്കിക്കൊല്ലാന്ന് പറഞ്ഞ വെച്ചല്ലേ എല്ലാം 1 മിനിറ്റ് കൊണ്ട് തീർന്നു. തൂങ്ങിച്ചാകുക എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം ജീവിതം അടുത്തവരൊക്കെ പോയി തൂങ്ങിച്ചാവുന്നുണ്ട്. പക്ഷെ ആ തൂങ്ങിച്ചാകുന്നത് 5 മിനിറ്റ് പോലും ഇല്ല ജീവൻ പോകാൻ. അപ്പൊ അത്രയ്ക്കുള്ള വേദനയെ അവർ അനുഭവിക്കുന്നുള്ളൂ. തൂക്കിക്കൊല്ലുന്നതിനേക്കാളും വലിയ ശിക്ഷ ഇവർക്ക് കൊടുക്കണം. ശരിക്കും ആ കുട്ടിയെ ആ ജീവൻ പോകുന്ന സമയത്ത് എത്ര അനുഭവിച്ചിട്ടുണ്ടാവും. ആ വേദന ഇഞ്ചിഞ്ചായിട്ട് ഇവർ അനുഭവിച്ചിട്ട് മരിക്കണം. അതിനുള്ള ശിക്ഷ കൊടുക്കണം. തൂക്കിക്കൊല്ലണതൊന്നും വിധിക്കില്ല എന്നറിയാം. കാരണം ഇതൊക്കെ ഒരു ചെറിയ ശിക്ഷ, തെറ്റല്ലേ? ഇതൊന്നും ഒരു ശിക്ഷയ്ക്ക് ഉള്ള തെറ്റേ അല്ല. തൂക്കിക്കൊല്ലാൻ വിധിക്കാനുള്ള തെറ്റൊന്നും ഇവർ ചെയ്തിട്ടേ ഇല്ല. അപ്പോ അങ്ങനെ അഥവാ തൂക്കിക്കൊല്ലാനാണ് വിധിക്കണമെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് മരിക്കാൻ പറ്റണ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണ്ട. അല്ലാതെ തൂക്കിക്കൊല്ലരുത്. തൂക്കിക്കൊന്നതിന് 5 മിനിറ്റ് കൊണ്ട് ചാവും. അവര് ഈ ചെയ്ത തെറ്റിന് ഈ 5 മിനിറ്റ് കൊണ്ട് മരിച്ചാൽ മതിയാ? എന്ത് പാപം ചെയ്ത ആ കുട്ടി. ഇവരുടെയൊക്കെ ഇഷ്ടത്തിന് ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കണം. അല്ല അനാഥാശ്രമത്തിലും കൊണ്ട് വിടണം. ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് ആ കുട്ടിനെ പൊന്നുപോലെ നോക്കും. അത്രയും ചന്തമുള്ള കുട്ടിയെന്നല്ല, ഏത് കുട്ടിയാണെങ്കിലും കുട്ടികളെ ഇല്ലാത്തവര്, ഇപ്പൊ കുട്ടികളില്ലാത്തവര് ദത്തെടുത്തിട്ട് പോവാൻ ഒരുപാട് പേരുണ്ട്. ആ കുട്ടിനെയൊക്കെ എന്തായാലും ആരേലും ഒക്കെ വേണ്ടാന്ന് വേണ്ടിട്ട് അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിക്കാന്ന് വെച്ചാൽ എന്തായാലും ആരേലും എടുത്തിട്ട് ആ കുട്ടിനെ പൊന്നുപോലെ നോക്കും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. വീഡിയോ ചെയ്തിട്ട് എനിക്ക് വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ എന്താ പറയാ ഫാൻസ് ആവാനോ വേണ്ടിട്ട് ഒന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതല്ല. കാരണം ഒരു കുട്ടിയില്ലാത്തതിന് സങ്കടം എന്താണെന്ന് നന്നായി അറിയും. ഈ 7 വർഷത്തിൽ ഒരു അമ്മയാകാൻ പറ്റാത്ത സങ്കടം നന്നായി അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കിട്ടിയ കുട്ടിനെ ഇത്രയും, കുട്ടികൾ എന്ന് പറയുന്നത് ഒരു മാലാഖമാരാണെന്നാണ് നമ്മൾ പറയുന്നത്. ദൈവമാണ് ശരിക്കും കുട്ടികൾ എന്ന് പറയുന്നത്. അവര് ആ കുട്ടിക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഇത് എന്താ പറയാ, ഇവര് ചെയ്ത തെറ്റെന്താണെന്ന് പോലും അറിയാൻ മനസ്സിലാക്കാനുള്ള പ്രായവും കൂടി ഇല്ല ആ കുട്ടിക്ക്. അപ്പോഴാണ് ആ കുട്ടിന്റെ ജീവിതം ഇല്ലാതാക്കിയത്. അതും വേറെ ഏതെങ്കിലും ഒരു വിധത്തിലാണെങ്കിൽ കൂടി അത് ഈ വെള്ളത്തിനടുത്ത് ഇടുമ്പോ ആ സമയത്ത് അനുഭവിച്ച വേദന എന്താണെന്ന് ഒരമ്മയായ അവരിതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവല്ലേ എന്നാണ്. ഈ സംഭവം കഴിഞ്ഞ ശേഷം ആ കുട്ടിനെ ആങ്ങളെ കൊന്ന ശേഷമാണ് അറിഞ്ഞത് എന്നാണെങ്കിൽ കൂടി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ അമ്മയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടാണ് കുട്ടിനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പാപിയായ അമ്മ 7 ജന്മം കഴിഞ്ഞാലും ഈ പാപത്തിന് മോക്ഷം കിട്ടുകയില്ല. അത്രയും വലിയ പാപമാണ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷെ ഇവര് ജയിലിലൊന്നും ഇവര് ഇട്ടുകയേ ചെയ്യരുത്. നാട്ടുകാരുടെ ശരിക്കും കൊടുക്കേണ്ടത് തല്ലിക്കൊല്ലണം. ഓരോരോ ജീവന്റെ ഓരോ അണുവും വേദനിച്ചാവണം ശരിക്കും. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ന്യൂസ് വന്നതെന്ന് വെച്ചാൽ ഏട്ടൻ്റെ ഞാൻ ഏട്ടാ ഇങ്ങനെ ന്യൂസ് കണ്ടു. ഏട്ടൻ അങ്ങനെ ന്യൂസ് ഒന്നും കാണില്ല. അപ്പൊ ഏട്ടൻ ഇങ്ങനെ ന്യൂസ് കണ്ടു വരുമ്പോ അങ്ങനെ സാധാരണ കേൾക്കുന്നല്ലേ, അച്ഛൻ മക്കളെ കൊന്നു, ഇങ്ങനെ പ്രേമിച്ചിട്ട് കാമുകിനെ കൊന്നു, അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അതൊന്നും വലിയ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇതിൽ പക്ഷെ ഏട്ടാ ഏട്ടാ ഒരു സഹോദരനാണ് ഏട്ടാ, ഇങ്ങനെ മാമനാണ് ഏട്ടാ ചെയ്തെന്ന് പറഞ്ഞപ്പോ മാമനാണോ എന്ന് പറഞ്ഞിട്ട് ഒരു അത്ഭുതത്തോടെ, മാമനാ, ഇങ്ങനെ ഒരു അത്ഭുതത്തോടെയാണ് ഏട്ടനാ നോക്കിയത്. ആ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോ കണ്ടത്. അപ്പൊ ആ കുട്ടിനെ കണ്ടപ്പോ അയ്യോ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി മാറ്റി ആ ഫോണിനെ. കാരണം ആ കുട്ടിനെ കാണുമ്പോ ആരാണെങ്കിലും ആ ഫുള്ളായിട്ട് ആ കുട്ടിന്റെ മുഖത്ത് നമ്മളെ വീഡിയോ മുഴുവൻ കാണില്ല. അത് ആ കുട്ടിന്റെ ബോഡി കൊണ്ട് കിടത്തിയതൊക്കെ കാണുമ്പോ ഭയങ്കര സങ്കടമുണ്ട്. സങ്കടം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോ ഈ വീഡിയോ ചെയ്തതിന് ചിലപ്പോ എന്റെ വീട്ടുകാരെ പറയും നീ എന്തിനാ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു ഇത്
കാരണം ഇവർക്ക് നിസാരമായിട്ട് ഇതിന് ശിക്ഷ കൊടുത്തിട്ട് തീർക്കുകയോ ചെയ്യരുത്.